അമ്പലത്തിൽ പോവാ ഞാൻ. അമ്പലത്തിലില്ലയോ? അമ്പലത്തിലില്ലയോന്ന് ഇവിടെ ചോറില്ലയോന്ന്? പാവയ്ക്ക പഴുത്തു പോയിരണം. പഴുത്തു പോയ പാവയ്ക്ക ആരെങ്കിലും കൂട്ടുവോ? കള്ളു കുടിക്കാനാണോ ഈ കാശ്? പിന്നെ കള്ളം പറയരുത്. ഇത് വേണ്ട. ഞാൻ അവിടെ നിങ്ങളുടെ ഭാര്യയോട് അവിടെ ചെന്ന് ഞാൻ പറയും. എംപയർ മാളിൽ കള്ളു കുടിക്കാൻ കാശ് വാങ്ങിച്ചോണ്ട് പോയത്. കള്ളു കുടിച്ചിട്ടുണ്ടെന്ന് തോന്നല്ലോ. ഇതൊക്കെ എന്തിനാ കുടിക്കുന്നേ? ഇച്ചിരി വൈകിട്ട് എങ്ങനെ വീട്ടിൽ പോകുന്നുണ്ടെ പോയി കുടിച്ചോണ്ട് പോയി കിടന്നുറങ്ങണ്ട വലിയ വേണ്ട. എന്ത് അതെന്താ ദോഷം? ഞാൻ പറയും. പിന്നെ ഒരു കുഴപ്പമുണ്ട്. എന്തോ അല്ല അവന്റെ കൂട്ടുള്ള ഇതൊന്നും ഇല്ലയോ. ഒരു 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 തേണ്ട അവിടെ ഒരു എണ്ണമുണ്ട്. എന്തോ ചീത്തവിളിയാന്നറിയാൻ. മാനക്കേടുള്ള കാര്യം പിന്നെ എന്തിനാ ചെയ്യുന്നേ? എന്തിനാ പിന്നെ മാനക്കേടുള്ള കാര്യം ചെയ്യുന്നത്? ഈ 100 രൂപയൊക്കെ വാങ്ങിച്ചോണ്ട് പോയി എന്തിനാ ഈ കള്ളു കുടിക്കുക? ഞാൻ ചോദിക്കട്ടെ, എന്തിനാ ഈ കള്ളു കുടിക്കുന്നത്? 100 രൂപ വാങ്ങിച്ചോണ്ട് പോയി വല്ല വീട്ടിലേക്ക് വല്ല ഞാൻ വല്ല അത്യാവശ്യത്തിനാണെങ്കിൽ ഓ ശരി. ഈ കള്ളു കുടിക്കാൻ എന്തിനാ ഈ കാശ് വാങ്ങിക്കുന്നേ? എനിക്ക് കണ്ടറിയാം കള്ളു കുടിച്ചിട്ടുണ്ടെന്നുള്ളത്. ആന്നേ. അപ്പൊ നിങ്ങളുടെ വീട്ടിൽ വഴക്കുണ്ടാവുമല്ലയോ? ഇനി മേലാൽ ഇവിടെ കള്ളിൽ നിന്നും കാശ് വാങ്ങിക്കാൻ വരരുത്. വല്ല വീട്ടിലെ അത്യാവശ്യത്തിന് 100 രൂപ വാങ്ങാൻ പോയെന്നാ. പക്ഷെ നമ്മളിനി കാശ് ആർക്കും കൊടുക്കത്തില്ല. ഇതുകൊണ്ട് അതാണ് നിങ്ങൾ തിരക്കി നോക്കിയോ. ഈ ഭദ്രൻ എന്ന് പറയുന്നത് 8500 രൂപ നമുക്ക് ഇപ്പോഴും തരാനുണ്ട്. അവൻ തന്നിട്ടില്ല. പലപ്പോൾ നമ്മളെ പറ്റിച്ച്. പലരും നമ്മളെ പറ്റിച്ച്. അല്ല ഞാൻ വഴക്കുണ്ടാക്കുമല്ലോ. ഞാൻ പറയുക വേണ്ട. അതുപോലെ നിങ്ങൾ ആ സുമയെന്ന് പറയുന്നവള് 26,000 രൂപ എൻ്റെ വീട്ടിൽ കയറിയിരുന്നു. ഞാൻ എറണാകുളത്ത് വർക്ക് ചെയ്യുമ്പോൾ അവൾ 10 മണി, ഞാൻ വരുമ്പോൾ 10 മണി 9:30 ആയാലും ഇവള് പോകാതെ ഇവിടെ കയറിയിരുന്നു. നമ്മളെ പിന്നെ പറഞ്ഞ ചീത്ത എൻ്റെ കയ്യിൽ റെക്കോർഡ് ചെയ്ത് എൻ്റെ കയ്യിൽ വെച്ചിട്ടുണ്ട്. അവിടെ എല്ലാം ഒന്നും കളഞ്ഞിട്ടില്ല ഇവള് മാറിയൊക്കെ. 26,000 രൂപ എൻ്റെ മോട്ടിച്ചത് അവള്. ഇവിടെ കയറിയിരുന്നു മോട്ടിച്ചവള്. ആ വലിയ ചീത്ത വിളിക്കാരി അറിയോ അവളെ? അറിയത്തില്ലേ അവളെ? ഭർത്തമെന്ന് പറയുന്നവൾ അവിടെ മോളെ അറിയാവോ ഇല്ലയോ? അവള് എണ്ണ അടിക്കുന്ന. ശരി, എണ്ണ അടിച്ചോ, കുഴപ്പമൊന്നുമില്ല. നാളെ എനിക്ക് കാശ് കിട്ടണം, അത്രേ ഉള്ളൂ. നാളെ കാശ് കിട്ടണേ. തിരിച്ചു പോരുക. സമയം 11:38.